അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇലക്ട്രിക്കൽ ഷോക്ക് വെപ്പൺ. അപ്പോൾ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് രാവിലെയൊക്കെ നടക്കാൻ പോകുന്ന ആൾക്കാർ പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പട്ടിശല്യമൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ത്രീകൾ ബസ്സിലും ട്രെയിനിലൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ചില അമ്മാവന്മാരുടെ കുൽസിത പ്രവൃത്തികൾ ഇതുകൊണ്ട് നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീട്ടിലോട്ട് നമുക്ക് പോകാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുകൊണ്ട് ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. ഈ PVCൻ്റെ നീളം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു നീളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കമ്പോണൻ്റായിട്ട് എടുത്തിരിക്കുന്നത് 3.7 വോൾട്ടിനെ ഹൈ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ചെറിയ കൺവേർട്ടറാണ്. ഇതിനെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ മേടിക്കുന്ന ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം. ആദ്യം തന്നെ PVC പൈപ്പിൻ്റെ സെൻറ്ററിലോട്ട് നമുക്ക് സ്വിച്ച് വെക്കാൻ പാകത്തിന് ഒരു ഹോൾട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ 2 പിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പിന്ന് നമുക്ക് ഇതുകൊണ്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് എടുത്ത ഒരു PVCക്കകത്തോട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ 2 ഹോളും ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ പിന്ന് ഈ ഹൈ വോൾട്ട് ജനറേറ്ററിൻ്റെ ഔട്ട്ലേക്കിലോട്ട് കണക്ട് ചെയ്യാം. ഇനി ഇത് ഒരു ബാറ്ററിയുടെ കേസിലോട്ട് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൻ്റെ നെഗറ്റീവ് ലൈൻ സോൾവ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം ഞാൻ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജ് മൊഡ്യൂളിൻ്റെ ലൈനൂടെ കണക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാറ്ററിയിൽ നിന്ന് കണക്ഷനിൽ ഇത് ഒരു ചാർജിങ് മൊഡ്യൂളുടെ സോൾഡറിങ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സോൾഡറിങ് ചെയ്തതെല്ലാം നമുക്ക് ഈ ഒരു PVC പൈപ്പിനകത്തോട്ട് കണക്ട് കൊടുക്കാം. അതിന് നമുക്ക് സ്വിച്ച് നമുക്ക് ഇങ്ങോട്ട് കയറ്റിവിടാം. അതിൻ്റെ പുറകെ നമുക്ക് ബാറ്ററിയുടെ കേസും അതുപോലെ തന്നെ വോൾട്ടേജ് റെഗുലേറ്ററൂടെ കയറ്റിവിടാം. ഇനി നമുക്ക് ഈ ഒരു എൻഡ് നമുക്ക് ഇവിടോട്ട് ഒട്ടിച്ച് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഒരു ബാറ്ററിയോടെ ഇട്ട് കൊടുക്കാം. ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും ടെർമിനൽ മാറിപ്പോരുത്. എന്നിട്ട് ഇതുകൊണ്ട് ഒരു പുഷ് ബട്ടൺ സ്വിച്ച് നമുക്ക് സോൾഡറിങ് ചെയ്യാം. എന്നിട്ട് ആ സ്വിച്ചോടെ ഈ PVC പൈപ്പിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചാർജ് മൊഡ്യൂളുടെ ഇതിൻ്റെ പുറകിൽ ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു എൻഡ് ക്യാപ്പ് നമുക്ക് ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് എഡ്ജെല്ലാം നമുക്ക് ഇതുകൊണ്ട് സ്മൂത്ത് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ദേഹത്തടിച്ച് ചെക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഞാൻ നമുക്ക് ചെറിയ കമ്പിക്കേഷൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് വെച്ച് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമുക്ക് സ്വിച്ച് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. കണ്ടില്ലേ? അപ്പോൾ ഇത്രയ്ക്ക് പവറിലാണ് നമുക്ക് ഇതിനകത്തുനിന്ന് ഷോക്ക് അടിക്കുന്നത്.